പെർഫെക്റ്റ്. ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് എൻട്രി, പെർഫെക്റ്റ് എക്സിറ്റ്. ഇതായിരുന്നു ട്രേഡ് എന്ന് പറയുന്നത്. ദിസ് വൺ ഓക്കെ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വളരെ നല്ലൊരു ട്രേഡ്. ഓക്കെ, കാണിച്ചു തരാം. ഇതായിരുന്നു ആ ട്രേഡ്. 336 രൂപയ്ക്ക് മേടിച്ചു, 440 രൂപയ്ക്ക് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 440. എടുത്ത ബൈയിങ് പ്രൈസ് ഇവിടെ ആയിരുന്നു 336, എക്സിറ്റ് പ്രൈസ് 440 റേഞ്ചിൽ. ദ റിസ്ക് റിവാർഡ് വാസ് ഓൾമോസ്റ്റ് 1:23% ആണ് അതിൻ്റെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. വളരെ ഭീകരമായിട്ടുള്ള റിസ്ക് റിവാർഡാണ്. പെർഫെക്റ്റ് ആയിട്ടും ട്രേഡ് ചെയ്ത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. ഫ്ലൈങ്, ദാറ്റ്സ് ഓക്കെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ആക്ച്വലി ട്രേഡ് പോസ് ചെയ്യണോ വേണമെന്നില്ല. ടാർജറ്റ് സിംഗിൾ ക്യാൻഡിലിൽ ടാർജറ്റ് ഹിറ്റ് ചെയ്തു. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഇതാണ് മാർക്കറ്റിൽ. യെസ്, നിഫ്റ്റിയിൽ കുറച്ചുകൂടെ സ്ലോവറാണ്. ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് സിംഗിൾ ക്യാൻഡിലിൽ 100 പോയിൻറ്റ്സിന് മേളിൽ ഞാൻ ക്ലോസ് ചെയ്തു പേഴ്സണലി. ബട്ട് അതങ്ങനെയല്ല, അത് വീണ്ടും മൂവിങ് ഉണ്ട്. സോ ദിസ് ഇസ് ദ ട്രേഡ് 480 ആയിട്ടുണ്ട്. അവിടെ 336 SL ഓൾമോസ്റ്റ് ഒരു 330 കീപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു എടുത്തിരുന്നത്. മാർക്കറ്റ് കയറി വരുന്ന ഈ ക്യാൻഡിൽ എൻട്രി എടുത്തു, എക്സിറ്റ് ചെയ്ത് 440 റേഞ്ചിൽ എക്സിറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഈ റെക്കോർഡ് ക്ലോസ് ചെയ്യാം. ഫൈൻ. സ്റ്റിൽ അത് പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി പൊസിഷൻ ഞാൻ ക്ലോസ് ചെയ്തു പോയി. ആസ് എ സ്കാൽപ്പറിനെ സംബന്ധിച്ചിടത്തോളം 100 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മാന്യമായിട്ടുള്ള റിട്ടേൺ ആണ്. സോ ഞാനതിനെ എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 500+ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ പേഴ്സണലി ഇപ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നതാണ്. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഓക്കെ, അതെ, ഇത് കണ്ടോ, റിസ്കി മാർക്കറ്റ് ലൈക്ലി ടു ബ്രേക്ക് 25,000 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു മിനിറ്റിന് മുന്നേ, കുറച്ച് മുന്നേ, അതിനുശേഷമാണ് ഈ ഒരു ട്രേഡ് ട്രിഗർ ആകുന്നതായിട്ട്, അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ട്രേഡ് ട്രിഗർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അവിടെ ഒരു ട്രേഡ് ട്രിഗർ ചെയ്ത് അതിന് എൻട്രി എടുത്തു. ആ എൻട്രി ഞാൻ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാറില്ല, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നതാണ്. ഈ ട്രേഡ് ബാങ്ക് നിഫ്റ്റിയിലും ട്രിഗർ ചെയ്തു. ആ ട്രേഡിന് ഫസ്റ്റ് ടാർജറ്റ് 51,350 ആയിരുന്നു. 350 ഹിറ്റ് ചെയ്തപ്പോൾ എക്സിറ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഈ വെച്ചിരിക്കുന്ന ആക്ച്വലി ഇതിൻ്റെ SL എന്ന് പറയുമ്പോൾ ഇതാണ് ആക്ച്വലി SL. ഈ ഒരു ലൈനിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ SL അടിച്ചു പോയേനെ. സോ ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ റിസ്ക് റിവാർഡ് 1:2.5 എന്നുള്ളതായിരുന്നു. 1:2.5 പ്രീമിയത്തിനകത്ത് വന്നപ്പോൾ 1:20 റിസ്ക് റിവാർഡ് അവിടെ കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓൾമോസ്റ്റ് ഒരു ഡേയിൽ ഞാൻ ഉദ്ദേശിച്ച ടാർജറ്റ് മൂന്ന് പൊസിഷൻ എടുത്തതോടെ എനിക്ക് അതിൻ്റെ ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് 3 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഒരു 2 PE സൈഡിലും ഒരു മാർക്കറ്റിൽ ആദ്യത്തെ ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിലുകളിലായിട്ട് 940 ഉള്ളിൽ 2 PE എടുത്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ ഒരു സ്വിങ് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. സോ ട്രേഡ് എടുത്തതേ ഇല്ല, വെയിറ്റ് ചെയ്തു, പേഷ്യൻസ്. ആ ഒരു ട്രേഡ് വെയിറ്റ് ചെയ്തത് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ ആ ട്രേഡ് എക്സിറ്റ് ചെയ്യാൻ പറ്റി. സോ മാർക്കറ്റിൻ്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. സ്റ്റിൽ ഈ ട്രേഡിന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്, ബട്ട് ദിസ് ഈസ് ഫൈൻ. ഇത്രേ അവിടെ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ, ബൈ.